ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ചിക്കൻ ഇങ്ങനെ വരട്ടി വെക്കാൻ നോക്കാം കേട്ടോ. കുറേ ആയി ചിക്കനൊക്കെ വാങ്ങിയിട്ട് 2 മാസമായി. ഇവിടെ അമ്മ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിക്കൻ വെക്കാറില്ല. അമ്മ പ്യുവർ വെജാണ്. അപ്പോൾ അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്ന് കാണുമ്പോൾ നമ്മളും വെജിറ്റേറിയൻ ആവും. അമ്മ വരുമ്പോൾ അമ്മ പോകുമ്പോഴേ വയ്ക്കുള്ളൂ. ഇന്നലെ അമ്മ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ശകലം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് ആട്ടിക്കൊണ്ടെന്നാണേ. നല്ല വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നല്ല വിലയില്ല, 440 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടും. അത് നന്നായിട്ട് തിരുമ്മണം, നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. അതിന് ശേഷം നമുക്കതിൽ ശകലം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കണം. പിന്നെ നമ്മളിങ്ങനെ വെള്ളമില്ലാതെ അത് വറ്റിച്ചെടുക്കാണ്ട്. അപ്പോൾ അത് സാധാരണ നമ്മൾ ചിക്കനിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ഞാൻ ലേശം വെള്ളം ഒഴിക്കും, അതിൻ്റെ അടി പിടിക്കേണ്ട വെച്ചിട്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം, നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നിന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ അമ്മ എങ്ങനെയാണ് കേട്ടോ വയ്ക്കൽ. ഇവിടുത്തെ അമ്മയ്ക്ക് ഇപ്പം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ ചിക്കനും മീനൊന്നും ഇപ്പം നിർത്തി. പാവത്തിന് ഇപ്പോൾ ഫുള്ള് വെജിറ്റേറിയനും ആയി. എന്നും അമ്മയ്ക്ക് അധികം മീനും അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു കേട്ടോ. ഒരമ്മയ്ക്ക് നേരെ ഓപ്പോസിറ്റാണ്. അമ്മ പ്യുവർ വെജും ഒരമ്മ നോൺ വെജുമാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യും, അമ്മ വരുന്നതിൻ്റെ മുന്നേ വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ ആൾ പോയിട്ട് വാങ്ങിക്കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കറികൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ അത്യാവശ്യം നല്ല വെന്ത് പറ്റിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നൈസായിട്ടൊന്ന് ചിക്കൻ പിടിച്ചിട്ടില്ല, ആ മസാല ഒന്ന് അടി പിടിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടി വെച്ചിട്ടൊന്ന് ഉള്ളി വറവിടാം. ചെറിയ ഉള്ളി മുറുക്കിയിട്ട് പച്ചമുളകും കറിവേപ്പിലിട്ട് നല്ല ചുമന്ന കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ചുമന്ന കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ചിക്കനിക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ തേങ്ങാക്കൊത്തും കൂടി ഇട്ടാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ നല്ല മഴയാണ് പുറത്ത്, പിന്നെ രാത്രി അത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചിട്ട് ഞാൻ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് പിന്നെ മോൾക്ക് ഇഷ്ടമല്ല തേങ്ങാക്കൊത്തിട്ടാൽ. അപ്പോൾ അത് കാരണം തേങ്ങാക്കൊത്തിട്ടിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് ഉണ്ടാക്കി വെക്കുക. ഇത്രയൊക്കെയുള്ളൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.